ഹലോ, എല്ലാവർക്കും പതിവ് പോലെ നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെയിലിനായിട്ട് കുറച്ച് പ്ലാൻസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സെയിലിനുള്ള ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു മുല്ലയാണ്. മുട്ടുകളൊക്കെ ആയ പ്ലാന്റ്സാണ് സെയിലിന് എത്തിയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് വെർബീനയുടെ റെഡ് കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. റെഡ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളൂ. ഇതുപോലെ കുലയായിട്ട് പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ്. പൂക്കൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് മറ്റേ കളേഴ്സിനെ കഴിഞ്ഞൊക്കെ. അപ്പോൾ ഇതാണ് പൂക്കളുടെ കളർ വരുന്നത്. നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ് വെർബീന പ്ലാന്റ്. എങ്കിലേ ഈ പൂക്കൾക്ക് പോലും ഈ ഒരു കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ അരളിയാണ്. വൈറ്റ് ആണ്, വൈറ്റ് കളറാണ് സെയിലിനുള്ളത്. ബാക്കി 1-2 കളേഴ്സ് ഉണ്ട്, പക്ഷേ സ്റ്റോക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ വൈറ്റ് കളറിലുള്ള മിനിയേച്ചർ അരളിക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് മഹ്കോട്ടദേവയാണ്. പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ കായ്കൾ ഉണക്കി മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്തത് സൈപ്രസ് പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ്. ഒരു യെല്ലോ കളറും ഗ്രീൻ കളറോടെയാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയാണ്. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ചെടി നിൽക്കും. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ലണ്ടാന പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ യെല്ലോ കളറും റെഡ് കളറുമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇത് യെല്ലോയാണ്. ഇതാണ് ഇതിലെ പൂക്കൾ വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ലണ്ടാനയുടെ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തതാണ്. കോംബോ ഓഫറിലും അല്ലാതെയൊക്കെ ലണ്ടാന ഓർഡർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കളർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കളർ ഈ ഒരു കളറാണ്, റെഡ് കളറാണ്. ഇതിനും നല്ല സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ലണ്ടാന പ്ലാന്റ്സിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് ഈ പ്ലാന്റ് വെക്കാം. അതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലി. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് അരൂതയുടെ പ്ലാന്റ്സ് ആണ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് നിയോൺ പോത്തോസ് ആണ്. ഇതും ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് മാൻഡിവില്ല പ്ലാന്റ് ആണ്. മാൻഡിവില്ലയുടെ യെല്ലോ ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് മാൻഡിവില്ലയുടെ യെല്ലോ കളറ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. മാൻഡിവില്ലയുടെ യെല്ലോ കളറാണ് സെയിലിനുള്ളത്. അടുത്ത പ്ലാന്റ് കാറ്റ്സ് ഐ ഫ്രൂട്ടാണ്. പൂച്ചപ്പഴം എന്ന് പറയും. പണ്ട് നമ്മുടെ തൊടികളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവന്നിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഇപ്പോൾ അധികം കാണാനേ കിട്ടാറില്ല. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഒരു ഡ്രസീനിയ വെറൈറ്റിയാണ്. ചെറിയ ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണിത്. വീതി കുറഞ്ഞ ലീഫാണ് ഈ ഒരു ടൈപ്പ് ഡ്രസീനിയയ്ക്ക് വരിക. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനുള്ളത് ലോറോ പെറ്റലം പ്ലാന്റ്സ് ആണ്. ഇലകളും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലോറോ പെറ്റലം. ഇതാണ് ഇതിൻ്റെ ഇലകൾ. നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നല്ല ഡാർക്ക് മജന്ത കളറിലായിരിക്കും വിരിയുക. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ബ്ലാക്ക് മാജിക് അലോക്കേഷ്യയാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് നടാം. അതല്ലാതെ നമുക്ക് മണ്ണിലും വെറുതെ നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും ലീഫ് വരിക. ഒരു ബ്ലാക്ക് കളറിലായിരിക്കും ലീഫ് വരിക.
നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റാണ് ഇതും. നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിന് കുറച്ച് ബ്ലാക്ക് കളർ കുറവാണെങ്കിലും വിഷമിക്കേണ്ട. ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത ഷെയ്ഡിൽ വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിനെന്താ ബ്ലാക്ക് കളർ ഇല്ലാത്തതെന്ന്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക, അയക്കുന്ന പ്ലാന്റിൻ്റെ. അപ്പോൾ ഈ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ബോട്ടിൽ കഴുകുന്ന ബ്രഷ് പോലെ അറ്റത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ നാരുകളായിട്ട് ഇങ്ങനെ വരും. നല്ല ഭംഗിയായിട്ട് കിടക്കും. നമുക്ക് കുറച്ച് മരം പോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ബോട്ടിൽ ബ്രഷ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അറ്റത്തായിട്ട് പൂക്കൾ ഉണ്ടാവും. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഹോയ പ്ലാന്റ്സ് ആണ്. ഹോയ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സെയിലിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കളറ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ജെട്രോഫ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതാണ് അതിൻ്റെ ലീഫ് വരിക. അതുപോലെ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ജെട്രോഫ പ്ലാന്റ്സിൻ്റേത്. ഒരു ഡാർക്ക് മജന്ത കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഫിംഗർ അരേലിയ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് പനാമ റോസിൻ്റെ ഈ ഒരു ഓറഞ്ചും യെല്ലോയും ഒക്കെ ചേർന്ന് വരുന്ന പൂക്കൾ ഉള്ള പ്ലാന്റ് ആണ്. റൗണ്ടലേഷ്യ എന്നും ഈ പ്ലാന്റിന് പേരുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല കട്ടിയുള്ള പൂക്കളും അതുപോലെ നല്ല കട്ടിയുള്ള ലീഫുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് ആണ് പനാമ റോസിൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പ്ലംബാഗോ അല്ലെങ്കിൽ നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതും ഒരു ഔഷധ സസ്യമാണ്. ഈ ഒരു കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് പൂക്കൾ. ഇതിന് തന്നെ ചുവന്ന കൊടുവേലിയുണ്ട്, അതുപോലെ വെള്ള കൊടുവേലിയുണ്ട്. അപ്പോൾ കൂടുതലും ഈ ഒരു പ്ലാന്റ് ആണ് കണ്ടുവരുന്നത്. സാധാരണയായിട്ട് നീലക്കൊടുവേലിയാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മെഡിനില്ലയാണ്. മെഡിനില്ല പ്ലാന്റ്സ് ഒരുപാട് പേര് കഴിഞ്ഞ തവണ വാങ്ങിയിരുന്നു. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് എക്സോറ പ്ലാന്റ്സ് ആണ്. എക്സോറയുടെ 3 കളറാണ് നമുക്ക് സെയിലിനുള്ളത്. മിനിയേച്ചർ എക്സോറയാണിത്. വൈറ്റ്, പിങ്ക്, അതുപോലെ ഓറഞ്ച് കളർ. ഈ 3 കളറാണ് സെയിലിനുള്ളത്. ഇത് ഒരുപാട് ചെറിയ പ്ലാന്റും അല്ല, അതുപോലെ ഒരുപാട് വലുപ്പം വയ്ക്കുന്ന പ്ലാന്റും അല്ല. ഒരു മീഡിയം സൈസിൽ വരുന്ന എക്സോറ പ്ലാന്റ്സ് ആണിത്. ഇതിലും ചെറിയ എക്സോറയുടെ പ്ലാന്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. എക്സോറയുടെ 3 ടൈപ്പ് പ്ലാന്റ്സിനും 80 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയയുടെ ഈ ഒരു കളറാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. എല്ലാ പ്ലാന്റ്സിലും പൂക്കൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഹൈഡ്രേഞ്ചിയ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ആദ്യത്തേത് ഈ ഒരു സിൽവറും അതുപോലെ ഒരു പിങ്ക് കളറാണ് ലീഫിൽ കൂടുതലായിട്ട് വരിക. ഈ ഒരു ടൈപ്പ് ബിഗോണിയയ്ക്ക് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഈ ഒരു വൈറ്റും അതുപോലെ ഒരു ഗ്രീൻ കളറൂടെ ചേർന്ന് വരുന്ന ബിഗോണിയ പ്ലാന്റ്. ഇതിന് 50 രൂപയാണ് റേറ്റ്. അടുത്തതും തൊട്ട് മുമ്പുള്ളതിനോട് ഒരു ചെറിയ സാമ്യമുള്ള പ്ലാന്റ് ആണ്. ഒരു ബ്രൗൺ കളറാണ് ഗ്രീനിന് പകരം ഇത് വരിക. ഇതിന് 60 രൂപയാണ് റേറ്റ്. സെയിലിനുള്ള അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ്. ഒരു സിൽവർ കളറാണ് ലീഫിൽ കൂടുതലായിട്ട് വരിക. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ പ്ലാന്റ് ആണ്.
ഇതും ഒരു സിൽവർ കളറാണ് കൂടുതലായിട്ടും വരിക. ഇതിനും 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇത്. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. പുതിയ ലീഫൊക്കെ വരുമ്പോൾ നല്ലൊരു റെഡ് കളറിലായിരിക്കും വരിക. അപ്പോൾ ഈ പ്ലാന്റിനും 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ബിഗോണിയൻ. ഇത് അല്പം കൂടി ഒരു റെയറായിട്ട് വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഒരു തവണ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. അടുത്തത് ഈ കാണുന്ന ഒരു ബിഗോണിയ പ്ലാന്റ്. ഒരു പ്രത്യേക ഭംഗിയിലുള്ള ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിൽ വരിക. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ബിഗോണിയ ഈ കാണുന്ന ഒരു ടൈപ്പ് ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിനും 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയാണ്. ഒരു വൈറ്റ് ഡോട്ട് ഡോട്ടായിട്ടൊക്കെ ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതിനും 60 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.